നമ്മൾ ഫയർമാൻ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഇന്ന് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ്, അതായത് 60 ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓരോ ചോദ്യമായിട്ടാണ് ചെയ്യേണ്ടത്. ചടിക്കൽ ചെയ്യരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തേ. ചെയ്ത് ഉത്തരം കമന്റ് ചെയ്താൽ മതി. ഉത്തരം കിട്ടിയൊരു കമന്റ് ചെയ്തേ. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചോദ്യം. അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചോദ്യം. ഇവിടെ ഏതാണ്? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീപിടുത്തം അല്ലെ? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീപിടുത്തമാണ് നമ്മുടെ ദേശീയ അഗ്നിരക്ഷാ ദിനാചരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എന്നാണ് ഈ അഗ്നിരക്ഷാ ദിനം നമ്മൾ ആചരിക്കുന്നത്? എന്നാണ്? ഏതേറ്റില്ല അഗ്നിരക്ഷാ ദിനം എന്നാണ് കുട്ടികളെ? ഏപ്രിൽ 14 അഗ്നിരക്ഷാ ദിനം. ഈ വിക്ടോറിയ തുറമുഖത്തിലെ തീപിടുത്തം ഏത് വർഷമായിരുന്നു? വിക്ടോറിയ തുറമുഖത്തിലെ തീപിടുത്തം ഏത് വർഷമായിരുന്നു കുട്ടികളെ? ആർക്കറിയാം? ഏത് വർഷമായിരുന്നു? അറിയത്തില്ല ആർക്കും? 1944 ഈ ബോംബെ വിക്ടോറിയ തുറമുഖത്തിലെ തീപിടുത്തം നടന്ന വർഷം 1944. 71 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അന്ന് മരണപ്പെടുകയുണ്ടായിട്ട്. 71 ആ ഒരു തീപിടുത്തത്തില് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന 71 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദിവസം, ഏപ്രിൽ 14 എന്നുള്ള ദിവസം, നമ്മൾ എന്തായിട്ട് ആചരിക്കുന്ന കുട്ടികളെ? ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം നടത്തുന്നത് കേട്ടോ. അതപ്പം നടന്ന സംഭവം ബോംബെ വിക്ടോറിയ തുറമുഖത്തിലെ തീപിടുത്തമാണ്. 1944 ഉണ്ടായത്. 71 പേരാണ് എന്ത് ചെയ്തത്? മരണപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്തേ. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ചോദ്യമാണ്. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തു ഏതാണ് ചോദ്യം. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തു ഏതാണ് ചോദ്യം. പിള്ളേർ ഏതാണ് പിള്ളേരെ? ഈഥൈൽ മെർക്യാപ്റ്റർ ആണ് അല്ലെ? ഇത് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. അതായത് യഥാർത്ഥ LPGക്ക് മണമുണ്ടോ? LPGക്ക് മണമില്ല. അപ്പൊ LPG ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ രൂക്ഷ ഗന്ധമുള്ള ഒരു വസ്തു ചേർക്കും. അതാണ് എന്ന് പറയുന്നത് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഈഥൈൽ മെർക്യാപ്റ്റന്റെ രാസസൂത്രം ആർക്കെങ്കിലും പറയാമോ? ഈഥൈൽ മെർക്യാപ്റ്റന്റെ പഠിച്ചവരുണ്ടോ? ഈഥൈൽ മെർക്യാപ്റ്റന്റെ രാസസൂത്രം CH3CH2SH ആണ് കേട്ടോ. CH3CH2SH ആണ്. പഠിച്ചോണേ. ഈഥൈൽ മെർക്യാപ്റ്റന്റെ രാസസൂത്രം CH3CH2SH ആണ്. CH3CH2SH ആണ് ഈഥൈൽ മെർക്യാപ്റ്റന്റെ രാസസൂത്രം. CH3CH2SH ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തിട്ട് ഉത്തരം പറയാൻ കമന്റ് ചെയ്തേ. അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫർമേഷൻ പാനലിലെ 3OE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്താണ്? എന്തുപയോഗിക്കാനാണ് പറയുന്നത്? 3 എന്ന സംഖ്യ വളരെ പദ അല്ലെങ്കിൽ ഫോം ഉപയോഗിക്കാനാണ് പറയുന്നത്. പദ അല്ലെങ്കിൽ ഫോം ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. ഇതൊക്കെ ഈ 3OE എന്തൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ വേറെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫർമേഷൻ പാനലിലെ 3OE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് പദ അല്ലെങ്കിൽ ഫോം ഉപയോഗിക്കാനാണ് കേട്ടോ. ഈ പദ അല്ലെങ്കിൽ ഫോം നിർമ്മിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? ആർക്കെങ്കിലും അറിയാവോ? പദ അല്ലെങ്കിൽ ഫോം നിർമ്മിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? പദ അല്ലെങ്കിൽ ഫോം നമ്മുടെ ഈ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദ അല്ലെങ്കിൽ ഫോം നിർമ്മിക്കാനായിട്ട് എന്തൊക്കെ ഉപയോഗിക്കും? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കോ? പദ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫോം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങള്, പെയിന്റ് ഉൽപ്പന്നങ്ങള്, എണ്ണകള്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്ന പിള്ളേരെ? പദ അല്ലെങ്കിൽ ഫോം നിർമ്മിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനം എന്നാണ് ചോദ്യം. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ് കുട്ടികളെ? അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21% അല്ലെ? 21% അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് അല്ലെ?
അന്തരീക്ഷ വായുവിന്റെ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. ഈ 78% എന്താണ്? നമ്മൾ അന്തരീക്ഷ വായുവിലെ 78% എന്താ കുട്ടികളെ? 78% നൈട്രജൻ ആണ് അല്ലെ? 78% നൈട്രജൻ ആണ്. 78% നൈട്രജൻ ആണ്. ഓക്കെ. നമ്മൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ അല്ലേ? ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ ആണ് അല്ലെ? നമ്മുടെ ഈ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ, അതായത് നമ്മുടെ ഉച്ഛ്വാസ വായുവിൽ എത്ര ശതമാനമാണ് ഓക്സിജൻ? നമ്മൾ ഇൻസ്പിറേഷൻ ചെയ്യുമ്പോൾ അതിൽ എത്ര ശതമാനമാണ് ഓക്സിജൻ വരുന്നത്? നമ്മൾ ഉച്ഛ്വാസം ചെയ്യുമ്പോൾ അതിൽ ഓക്സിജന്റെ അളവ് 21% കേട്ടോ. ഉച്ഛ്വാസം, അതായത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അതില് ഓക്സിജന്റെ അളവ് 21%. നമ്മൾ പുറന്തള്ളുമ്പോൾ, അതായത് പുറത്തേക്ക് വിടുന്ന സമയത്ത് അതിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മൾ ഈ ഉള്ളിലേക്ക് എടുക്കുന്ന 21% ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ 15% ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജന്റെ അളവ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 21%. പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ അളവ് എത്രയാണ് കുട്ടികളെ? 15%. നമ്മൾ നൈട്രജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? യെസ്, നമ്മൾ നൈട്രജൻ 78%, നമ്മൾ ഉള്ളിലേക്ക് ശ്വസിക്കുന്നതിൽ 78% നൈട്രജൻ ഉള്ളിലേക്ക് എടുക്കുകയും 78% തന്നെ നമ്മൾ പുറന്തള്ളുകയും ചെയ്യും അല്ലെ? 78% തന്നെ നമ്മൾ പുറന്തള്ളുകയും ചെയ്യും. നൈട്രജൻ നമ്മൾ 78% ഉള്ളിലേക്ക് എടുത്തിട്ട് 78% തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? പുറത്തേക്ക് കളയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം ഏതാണ് ചോദ്യം? വാതക സാന്ദ്രത താഴെ തന്നിരിക്കുന്നതിൽ കൂടിയ പദാർത്ഥം ഏതാണ് ചോദ്യം? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ വേപ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ വാതക സാന്ദ്രത കൂടിയത് LPG ആണ്. ഇത് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. വാതക സാന്ദ്രത അല്ലെങ്കിൽ വേപ്പർ ഡെൻസിറ്റി കൂടിയ പദാർത്ഥം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ LPG ആണ്. LPGയുടെ വാതക സാന്ദ്രത വരുന്ന അല്ലെങ്കിൽ വേപ്പർ ഡെൻസിറ്റി 1. പ്രിയങ്കയ്ക്ക് ഇതുണ്ടോ? ഫയർമൺ എക്സാം ഉണ്ടോ? ഇത് ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്കാ. ഫയർമാൻ അല്ല, നമ്മളെ ഈ നോർമൽ നോർമൽ നമ്മൾ PSCക്ക് പഠിക്കുന്ന കുറെ സയൻസിൽ കയറി വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരു പേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമോ അത് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻ ആണെന്ന്? തോന്നത്തില്ല. അതാണ് നമ്മൾ സയൻസിൽ പഠിക്കുന്ന സാധനങ്ങൾ അതുപോലെ കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? അത് കുറ്റം പറയാൻ പറ്റത്തില്ല. കുട്ടികളെ പറഞ്ഞേ, എത്രയാണ് LPGയുടെ വേപ്പർ ഡെൻസിറ്റി? എത്രയാണ് വാതക സാന്ദ്രത? എത്രയാണ് LPGയുടെ? അവിടെ 1.5 to 1.8 ആണ്. 1.5 to 1.8 ആണ്. 1.5 to 1.8 ആണ് LPGയുടെ വേപ്പർ ഡെൻസിറ്റി. എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ 1.5 to 1.8 ആണ്. 1.5 to 1.8 ആണ്. ഓക്കെ അല്ലേ? ശരി. അടുത്ത ചോദ്യം ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്തേ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രവർത്തനമാണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ അല്ലെ? ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഓക്കെ. ഈ ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം കാണിക്കുന്ന ഏതൊക്കെ പദാർത്ഥങ്ങളുണ്ട്? ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. അപ്പോൾ ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ ചെയ്യുന്ന കർപ്പൂരം ചെയ്യും അല്ലെ? കർപ്പൂരം ചെയ്യും. പിന്നെ ഏതുണ്ട്? നാഫ്തലിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാറ്റാഗുളിയ അല്ലേ? പാറ്റാഗുളിയ ഉണ്ട്. പിന്നെ അയഡിൻ ഉണ്ട് കേട്ടോ. അയഡിനും എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ സംഭവിക്കും. മനസ്സിലായി എന്താണ് ഉത്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രവർത്തനമാണ് ഉത്പാദനം എന്ന് പറയുന്നത്. ഇംഗ്ലീഷില് സബ്ലിമേഷൻ എന്ന് പറയും കേട്ടോ. സബ്ലിമേഷൻ എന്ന് പറയും. ഓക്കെ. അത് ചെയ്യുന്ന 3 കാര്യങ്ങള് കേട്ടോ. ഇത് 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. കർപ്പൂരം സബ്ലിമേഷൻ എന്ന സ്വഭാവം കാണിക്കുന്നുണ്ട്. നാഫ്തലിൻ അല്ലെങ്കിൽ പാറ്റാഗുളിയ സബ്ലിമേഷൻ ചെയ്യാറുണ്ട്. അയഡിനും എന്ത് ചെയ്യാറുണ്ട് കുട്ടികളെ? സബ്ലിമേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ചെയ്തേ. താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നമ്മൾ ഏത് വാതകമാണ് പിള്ളേർ ഉപയോഗിക്കുന്നത്? അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം
കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അഗ്നിശമന പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന വാതകം. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ലെഫ്റ്റ് ആയിട്ട് വാ. അടുത്ത്, വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതെന്നാണ്. വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ബെർലിയമാണ്. ബെർലിയമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യത്തിൽ തന്നെ വേറെ ചോദ്യം വരാം. താഴെ പറയുന്നതിൽ വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഏതൊക്കെയെന്ന് ചോദിക്കാം. സോഡിയം വെള്ളവുമായിട്ട് റിയാക്ഷൻ വരാറുണ്ട്. പൊട്ടാസ്യം പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ട്. അതുപോലെ കാൽസ്യം കാർബൈഡും എന്ത് ചെയ്യുന്നുണ്ട്? ഏർപ്പെടാറുണ്ട്. ബെർലിയമാണ് ഏർപ്പെടാത്തത് കേട്ടോ. വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തത് ഈ തന്നിരിക്കുന്നതിൽ ബെർലിയമാണ്. അതിന്റെ അർത്ഥം കാൽസ്യം കാർബൈഡും സോഡിയവും പൊട്ടാസ്യവും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഈ സോഡിയം ഒക്കെ വെള്ളത്തിട്ട് എന്ത് ചെയ്യും? സോഡിയം വെള്ളത്തിട്ട് എന്ത് ചെയ്യും പിള്ളേരെ? സോഡിയം വെള്ളത്തിട്ട് എന്ത് ചെയ്യും? സോഡിയം വെള്ളത്തിട്ട് അത് കത്തും, തീകത്തും കേട്ടോ, തീകത്തും. ഓക്കെ. ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ സൂക്ഷിക്കുന്ന എവിടെയാ? സോഡിയം പൊട്ടാസ്യം ഒക്കെ സൂക്ഷിക്കുന്ന എവിടെ പിള്ളേരെ? സോഡിയം പൊട്ടാസ്യം സൂക്ഷിക്കുന്ന എവിടെയാണ്? മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത് അല്ലേ? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം പൊട്ടാസ്യം അല്ലെ? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നവയാണ് ഏത്? സോഡിയം പൊട്ടാസ്യം ഒക്കെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നവയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? കമന്റ് ചെയ്യടാ. നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം നാഗ്പൂരിലാണ് കേട്ടോ. നാഗ്പൂരിലാണ് നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം. നാഗ്പൂരിലാണ്. ഏത് വർഷം എന്നറിയോ നാഷണൽ ഫയർ സർവീസ് കോളേജ് ആരംഭിച്ചത്? ഏത് വർഷമാ നാഷണൽ ഫയർ സർവീസ് കോളേജ് ആരംഭിച്ച വർഷം ഏതാ? 58 അല്ല, കൂടിപ്പോയി. അടുത്തുണ്ട് 56 ആണേ. 56. നാഷണൽ ഫയർ സർവീസ് കോളേജ് ആരംഭിച്ചത് 1956ലാണ്. 1956ലാണ് നാഷണൽ ഫയർ സർവീസ് കോളേജ് എന്ത് ചെയ്തത് പിള്ളേരെ? ആരംഭിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ചെയ്തേ, പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏതാണ്? ഫസ്റ്റ് എയ്ഡില് വരാത്തത് ഏതാണ് ചോദ്യം. പ്രഥമ ശുശ്രൂഷയിൽ വരാത്തത് ഏതാണ് പിള്ളേരെ? വളരെ പെട്ടെന്നും ശാന്തതയിലെയും കൂടി പ്രവർത്തിക്കുക. അത് വരുന്ന കാര്യമല്ലേ? വരുന്ന കാര്യമാണ്. ഓക്കെ. അത്യാഹിതമുണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യരുത്. അത് ശരിയല്ലേടാ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മള് വളരെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യാൻ പാടില്ല. അതും വരുന്ന കാര്യമാണ്. അത്യാഹിതമായ വ്യക്തിയോടൊപ്പം നിൽക്കുക, അത് വരുന്ന കാര്യമല്ലേ? വ്യക്തിയെ കളഞ്ഞു പോകാൻ പറ്റുമോ നമുക്ക്? ഇല്ല, നിൽക്കുക. വളരെ പതുക്കെയും ശാന്തതയോടെയും കൂടി പ്രവർത്തിക്കുക. അതായത് നിങ്ങളുടെ 3 കിങ്സ് സിനിമ ആലോചിച്ചാൽ മതി. 3 കിങ്സ് സിനിമ കണ്ടോണ്ടാ നിങ്ങള്? 3 കിങ്സ് നമ്മുടെ ഇവരൊക്കെ ഉള്ള കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും ഇന്ദ്രജിത്തൊക്കെ ഉള്ള, അതിൽ ജഗതി പോണ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആറാകുമ്പോഴേ നമ്മുടെ ഇദ്ദേഹം ഇരുന്നിട്ട്, സലീം കുമാർ ഇരുന്നിട്ട് അപ്പം പ്രഥമ ശുശ്രൂഷയില് നിങ്ങൾ ഈ വളരെ പതുക്കെയും ശാന്തതയോടെയും പ്രവർത്തിക്കുക എന്നത് തെറ്റാണ് കേട്ടോ. നമ്മള് വളരെ പെട്ടെന്നും വളരെ പെട്ടെന്നും എന്നാൽ ശാന്തതയോടെയും കൂടി പ്രവർത്തിക്കണം. മനസ്സിലായല്ലോ? ആളെ നമ്മള് ധൃതിയിലും അതുപോലെ സങ്കടത്തോടും കൈകാര്യം ചെയ്യാൻ പാടില്ല കേട്ടോ. ധൃതിയിലും സങ്കടത്തോടും ആളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി. അടുത്ത ചോദ്യം ചെയ്ത, മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം 206 ആണ് അല്ലെ? 206ആണ്. മറ്റേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലടാ. അതായത് നമ്മുടെ അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും അതൊക്കെ അറിയാലോ നിങ്ങൾക്ക്? അറിയാം, അതൊക്കെ അറിയാലോ എല്ലാവർക്കും. അതൊന്ന് നോക്കി വെച്ചോണേ. അക്ഷാസ്ഥികൂടത്തിൽ എത്ര അസ്ഥിയാ ഉള്ളത്? 80 അസ്ഥിയും അനുബന്ധ അസ്ഥികൂടത്തിൽ 126 അസ്ഥിയുമാണല്ലേ? 126. അതൊന്ന് നോക്കി വെച്ചോണേ. കേട്ടോ. അതിൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ അത്. ഓക്കെ, ക്ലിയർ ആണ്. ഞാനൊരു PDF തരും, അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ശരി. അടുത്ത്, സ്ഥിരമായ മസ്തിഷ്കക്ഷതം തടയുന്നതിന് കാർഡിയോ പൾമണറി പുനരുത്തേജനം അതായത് CPR നൽകേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ് ചോദ്യം. CPR നൽകേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ PS ഡിലീറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത് 5 മുതൽ 6 മിനിറ്റ് ആണ്. 5 മുതൽ 6 മിനിറ്റ് ആണ് വരേണ്ടത്. പ്രൊഫഷണൽ ആൻസർ 5 മുതൽ 6 ആണ് എടുത്തത് കേട്ടോ.
5 മുതൽ 6 ആൻസർ എടുത്തത് കേട്ടോ. അപ്പൊ പ്രൊഫഷണൽ ആൻസർ കീയിൽ 5 മുതൽ 6 എടുത്തിട്ട് ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അതിന്റെ ചലഞ്ച് വന്നത്. അത് ഡിലീഷൻ പോയിട്ടുണ്ട്. എന്തായാലും പ്രൊഫഷണൽ ആൻസർ കീയിൽ നമ്മൾ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 5 മുതൽ 6 മിനിറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. CPR കേട്ടോ, CPR. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതെന്തായാലും ഡിലീഷൻ പോയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ചെയ്തേ, അടുത്ത ചോദ്യം ചെയ്തേടാ. 93-ാമത്തെ ചോദ്യം. ചോക്കിംഗ് എന്നാൽ എന്തെന്നാണ് ചോദ്യം. മൊത്തമായോ ഭാഗികമായോ അന്നനാളത്തിൽ ഉണ്ടാവുന്ന തടസ്സം തെറ്റാണ് അല്ലെ? അന്നനാളത്തിലല്ല തടസ്സം ഉണ്ടാവുന്നത്. മൊത്തമായോ ഭാഗികമായോ ആമാശയത്തിൽ ഉണ്ടാകുന്ന തടസ്സം തെറ്റാണ്. മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണ് അല്ലെ? ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് നമ്മുടെ ഈ ശ്വാസനാളമായാലും അന്നനാളമായാലും നമുക്ക് ഒരുമിച്ചാണ്, ഏകദേശം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ശ്വാസനാളത്തിലേക്ക് ആഹാരം കടക്കാതിരിക്കാനായിട്ട് തടയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഏതാണ്? ശ്വാസനാളത്തിലേക്ക് ആഹാരം കടക്കാതിരിക്കാനായിട്ട് തടയുന്ന ഒരു ഭാഗമാണ് ക്ലോമപിദാനം, അല്ലെങ്കിൽ അതിന് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. ക്ലോമപിദാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. ക്ലോമപിദാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ്. നമ്മൾ ചിലപ്പോൾ ഇരുന്ന് കഴിക്കുന്ന പൊസിഷൻ ശരിയല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ എപ്പിഗ്ലോട്ടിസിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലാതാവുകയും നമ്മുടെ ഈ ശ്വാസനാളത്തിലേക്ക് ആഹാരം കടക്കുകയും ചെയ്യും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ? ചോക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ചോക്കിംഗ് ആണ്. ചോക്കിംഗ് ആണ്. നമുക്കിത് കോമൺ ആയിട്ടൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചോക്കിംഗ്. നമ്മളിപ്പം ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ആഹാരം കയറും. പക്ഷെ അതിന്റെ ഒരു തീവ്രമായ അവസ്ഥയിൽ മരണം വരെ സംഭവിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ തൊണ്ടയിൽ ആഹാരം കുടുങ്ങി മരിച്ചൊന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? മെയിനായിട്ട് ഇഡ്ഡലി, അതുപോലെ തന്നെ ബെറോട്ട. മനസ്സിലായില്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ഈ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ അധികം സംസാരിക്കരുതെന്ന് പറയുന്നത് കേട്ടോ. ബെറോട്ടയൊക്കെ തിന്നുമ്പോൾ ചവച്ച് തിന്നില്ലെങ്കിൽ തീരും. ഓക്കെ, ശരി, അടുത്ത ചോദ്യം ചെയ്തേ. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തത് എന്ത്? ചെയ്യാൻ പാടില്ലാത്തതാണ് ചോദ്യം. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി മുറിവ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. ശരിയാണോടാ? മുറിവ് ഒഴുകുന്ന വെള്ളം, നമ്മളിപ്പം മുറിവ് കാലിലോ മറ്റു മുറിവൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ പൈപ്പ് തുറന്നിട്ട് ആ മുറിവ് എന്ത് ചെയ്യണം? ആ വെള്ളത്തിൽ കാണിക്കണം അല്ലേ? ആ വെള്ളത്തിൽ കാണിക്കണം. മനസ്സിലായ? ഓക്കെ, ക്ലിയർ ആണ്. മുറിവില് ആവശ്യമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അണുബാധ ഉണ്ടാവത്തില്ലേ? അപ്പൊ അത് ചെയ്യാൻ പാടില്ല അല്ലേ? മുറിവിൽ ആവശ്യമില്ലാതെ തൊടരുത്. അടുത്ത്, മുറിവ് അണുമുക്തമായ ബാൻഡേജ് കൊണ്ട് കെട്ടുക. മുറിവ് അണുമുക്തമായ ബാൻഡേജ് കൊണ്ട് കെട്ടുക ശരിയാണ്. എന്നാൽ മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക എന്നതാണ് തെറ്റായിട്ടുള്ള കാര്യം കേട്ടോ. മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിലല്ല കഴുകേണ്ടത്, മുറിവ് ഒഴുകുന്ന വെള്ളത്തിലാണ് കഴുകേണ്ടത്. ഒഴുകുന്ന തണുത്ത വെള്ളത്തിലാണ് കഴുകേണ്ടത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, റണ്ണിങ് ടാപ്പ് വാട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുറിവ് കാണിക്കേണ്ടത്. ഇപ്പൊ പട്ടി കടിച്ചാലും ഡോഗ് ബൈറ്റ് ആയാലും ശരി തന്നെ കേട്ടോ. ആ ഒരു ഡോഗ് ബൈറ്റ് ആയാലും നമ്മൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പാമ്പ് കടിച്ചാൽ അത് ചെയ്താൽ മതിയാ? പാമ്പ് കടിച്ചാലും വെള്ളം തുറന്നിട്ട് 15 മിനിറ്റ് പിടിച്ചോണ്ട് നിന്നാ മതിയാ? എന്നാ നിപ്പിൽ ചോര തപ്പി തീരും. മനസ്സിലായ? ഓക്കെ, ഡോഗ് ബൈറ്റിന് ചെയ്യാം കേട്ടോ. ഡോഗ് ബൈറ്റിന് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. പക്ഷെ പാമ്പ് കടിക്കാതൊന്നുമല്ല. ഇന്നിപ്പോ പഠിച്ചിട്ട് പോണ വഴിക്കായിരിക്കും ആരെങ്കിലും കൊത്തിയിട്ടിങ്ങനെ കാണുന്നത്. മാമാ നമ്മൾ എടുത്തോണ്ട് പോയിട്ട് കൊണ്ട് പൈപ്പിന്റെ കൂട്ടി കൊണ്ട് വെക്കും. എന്നിട്ട് അവന് സാറ് പഠിപ്പിച്ചതെന്ന് പറയും. എന്നാ ഡെത്ത് ഡയറക്റ്റ് കാണാം. അടുത്ത ചോദ്യം ചെയ്തേടാ. 95-ാം ചോദ്യം ചെയ്തേ. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്തെന്നാണ്? ഇത് കുറേയൊക്കെ നമ്മുടെ ലോജിക്കാണ് കേട്ടോ. നമുക്ക് എല്ലാം പഠിച്ചു വെക്കാൻ പറ്റൂല. ഫസ്റ്റുള്ള കുറെ ലോജിക്കാണ്. മുറിവുണ്ടായ ഭാഗം ഹൃദയത്തിന്റെ നിരപ്പിൽ നിന്നും താഴ്ത്തി പിടിക്കുക. മനസ്സിലായ? മുറിവുണ്ടായ ഭാഗം ഹൃദയത്തിന്റെ നിരപ്പിൽ താഴ്ത്തി പിടിക്കാൻ നമുക്ക് എപ്പോഴും സാധ്യമായ കാര്യമല്ല. സമ്മർദ്ദത്തിൽ, അതായത് ടൈറ്റ് ആക്കിക്കൊണ്ട് ബാൻഡേജ് ചെയ്യുക എന്നതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ്. മനസ്സിലായി? ശക്തമായ ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ഇത്രയാണ്. നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ? ആ ഒരു മുറിവിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാൻഡേജ് ചെയ്യണം. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ചോദ്യം ചെയ്തേ.
പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്തെന്നാണ് ചോദ്യം. പൊള്ളലുണ്ടായ വ്യക്തിക്ക്. ഓക്കെ, പൊള്ളലുണ്ടായ സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണികൾ എടുത്ത് മാറ്റാവോടെ? പൊള്ളലുണ്ടായ സ്ഥലത്ത് ഒട്ടിപ്പിടിച്ച തുണികൾ എടുത്ത് മാറ്റാവോ? മാറ്റാൻ പാടില്ല കേട്ടോ, മാറ്റാൻ പാടില്ല, മാറ്റാൻ പാടില്ല. നെയ്യ് പുരട്ടാവോ? നെയ്യ് പുരട്ടാവോ? നെയ്യും പുരട്ടാൻ പാടില്ല. ടൂത്ത് പേസ്റ്റ് പുരട്ടാവോ? ടൂത്ത് പേസ്റ്റ് പുരട്ടാവോ? പുരട്ടാൻ പാടില്ല. തേന് പുരട്ടാവോ? തേന് പുരട്ടാവോ? തേന് പുരട്ടാവോ? ഇതൊന്നും പുരട്ടാൻ പാടില്ല കേട്ടോ, ഒരു സാധനം പുരട്ടാൻ പാടില്ല. ഇനി നിങ്ങൾ ആ ഭാഗത്ത് എന്തെങ്കിലും ദ്രാവകം ഒഴിച്ച് നിങ്ങൾ അത് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധജലമായിരിക്കണം. മനസ്സിലായോ? പൊള്ളലേറ്റ ഭാഗം നിങ്ങൾ വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധജലം കൊണ്ടായിരിക്കണം വൃത്തിയാക്കേണ്ടത്. അല്ലാതെ തേനോ ടൂത്ത് പേസ്റ്റോ നെയ്യോ ഒരു സാധനവും എന്ത് ചെയ്യരുത് അവിടെ തേക്കരുത്, പൊരിച്ചെടുക്കാൻ പോണല്ല. മനസ്സിലായ? ഓക്കെ. പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക. കേട്ടാ? കഞ്ഞിക്കലം പോയാ? കഞ്ഞിക്കലം വീണാ? അയ്യോ, എന്നിട്ട് എന്തോ പറ്റി കഞ്ഞിക്കലത്തിന്? കാല് പൊള്ളിയ? വലിയ പൊള്ളലുണ്ടായിരുന്ന? ഈ കുമ്പളയൊക്കെ വന്നായിരുന്ന? കുമ്പളയൊക്കെ വന്നായിരുന്ന? കുമ്പള വന്നായിരുന്ന? ആ കുമ്പള അതിന്റെ ആ കുമ്പളയെ കുത്തി പൊട്ടിച്ചാ? ഏ ആ അതും മനസ്സിലാക്കിയോ, കുമ്പള പൊട്ടിക്കാൻ പാടില്ല. മനസ്സിലായ? ആ കുമ്പള പൊട്ടിക്കാൻ പാടില്ല. ആ കുമ്പള പൊട്ടിക്കാനുള്ളതല്ല. ആ കുമ്പള പൊട്ടിച്ചാൽ അതുവഴി അണുബാധ ഉണ്ടാവും കേട്ടോ. ഓക്കെ. അത് നമുക്ക് ആദ്യം ഒരു സമയത്തുണ്ടാവുന്ന ഒരു വേദനയ്ക്ക് ശേഷം പിന്നെ അത് നമുക്ക് നല്ല രസമാണ്. ഇങ്ങനെ കയ്യിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഫുള്ള് തൊടല് ഫുള്ളായിരുന്നു. അപ്പൊ വലിയ ആക്സിഡന്റ് ആയിരുന്ന? അപ്പൊ ഓക്കെ ആയ? എന്നിട്ട് ശരി ശരി, ഓക്കെ. അടുത്ത ചോദ്യം ചെയ്തോ പിള്ളേർ, അടുത്ത ചോദ്യം ചെയ്തേ. അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത് എന്താണ് ചോദ്യം? അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്ത എന്തെന്നാണ്? ഒടിവുള്ള ഭാഗത്ത് നീരുണ്ടായിരിക്കും. ഉണ്ടായിരിക്കൂലേടാ? ഒടിവുള്ള ഭാഗം നീരുണ്ടായിരിക്കൂലേ? ഉണ്ടായിരിക്കും. ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കില്ലേടാ? ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. ഒടിവുള്ള ഭാഗത്ത് വേദന ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കൂലേ? ഉണ്ടായിരിക്കും. ഒടിവുള്ള ഭാഗത്ത് തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. എപ്പോഴും മുറിവുണ്ടാവണമെന്നുണ്ടോ? ഇല്ല. എപ്പോഴും മുറിവുണ്ടാവണമെന്നില്ല അല്ലേ? എപ്പോഴും മുറിവുണ്ടാവണമെന്നില്ല. ഓക്കെ. ഒടിവുള്ള ഭാഗത്ത് തൊലിയിൽ മുറിവുണ്ടാകണം എന്ന് പറഞ്ഞ മുറിവുണ്ടായിരിക്കും എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ, തെറ്റാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. പാമ്പ് കടിയേറ്റതിന്റെ ഒരു ലക്ഷണം. പാമ്പ് കടിയേറ്റതിന്റെ ഒരു ലക്ഷണം ഏതാ പിള്ളേരെ? പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാല് ദാഹം വരുമോ? നമുക്ക് ദാഹം വരുമോ? ദാഹം വരൂല. ഓക്കെ. വിശപ്പ് വരുമോ? വല്ലതും കഴിക്കാൻ തോന്നുമോ? ഇല്ല. ഓക്കെ. പനിയും വരൂല. എന്താണ് പിള്ളേരെ ലക്ഷണം എന്ന് കേട്ട് കഴിഞ്ഞാൽ ലക്ഷണമായിട്ട് വരുന്നത് ഒരു ജോഡി ചെറിയ മുറിവേട്ട. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കേണ്ടതാണ്. പാമ്പ് കടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ, നമ്മൾ വേദന ഉണ്ടാകുന്ന സമയത്ത് ആ വേദനയുള്ള ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു പെയറായിട്ട് രണ്ട് ചെറിയ കുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് പാമ്പ് കടിയാണെന്ന് മനസ്സിലാക്കണം. പാമ്പ് കടിയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കടിച്ച പാമ്പിനെ തല്ലി കണ്ടുപിടിക്കണം അല്ലേ? കടിച്ച പാമ്പിനെ കണ്ടുപിടിക്കണ്ടേ നമ്മള്? ഒക്കുമെങ്കിൽ പാമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ പാമ്പ് കടിച്ചപ്പോ കടിച്ച സമയത്ത് തന്നെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അടയാളം നോക്കി വെക്കുക. അല്ലാതെ കടിച്ച പാമ്പിന്റെ പിറകെ ഓടി അതിനെ പിടിച്ചോണ്ട് ചെല്ലാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആള് പടിയാവും. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ഒരു ടെക്നോളജി, ഇപ്പോഴത്തെ ഒരു അറിയില്ല, വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി വെച്ചിട്ട് ഈ കടിയുടെ അളവ് വെച്ചിട്ട് അത് ഏത് പാമ്പാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏത് പാമ്പാണ്? ഇപ്പൊ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർ ചോദിക്കും കടിച്ച പാമ്പ് ഏതാണെന്ന് കണ്ടായിരുന്നു ചോദിക്കും അല്ലെ? കണ്ടായിരുന്നു ചോദിക്കും. അത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താ പിള്ളേർ? അത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാമ്പിൻ വിഷത്തിന് നമുക്ക് തരുന്ന മരുന്ന് ഏതാണ്? പാമ്പിൻ വിഷത്തിലുള്ള ഔഷധം ഏതാണ്? പാമ്പിൻ വിഷത്തിലുള്ള ഔഷധം ആന്റിവെനമാണ് അല്ലെ? ആന്റിവെനമാണ്. ഏത് പാമ്പാണോ കടിച്ചത് ആ പാമ്പിന്റെ തന്നെ ആന്റിവെനമാണ് നമുക്ക് തരുന്നത് അല്ലെ? ഏത് പാമ്പാണോ കടിച്ചത് ആ പാമ്പിന്റെ തന്നെ ആന്റിവെനമാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഈ ഡോക്ടർമാർ ചോദിക്കുന്നത് ഏത് പാമ്പാണ് കടിച്ചതെന്ന് കണ്ടോ എന്നുള്ള കാര്യം. മനസ്സിലായ? അപ്പൊ നമ്മൾ ഈ ആളെ അവിടെ ഇട്ടിട്ട് കടിച്ച പാമ്പിനെ കണ്ടുപിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ആള് തട്ടിപ്പോകും. മനസ്സിലായ? അപ്പൊ അത് നിർബന്ധമുള്ള കാര്യമില്ല. പറ്റിയാൽ നിങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടാൽ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ.
അടുത്ത ചോദ്യം, സൈബർ ഭീകരവാദത്തിന് വിവര സാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ. സൈബർ ഭീകരവാദം നമ്മൾ ഇത് മറ്റേ IT ആയിട്ട് വർക്കൗട്ട് ചെയ്തതാണല്ലേ, ജീവപര്യന്തമാണല്ലേ ഇവിടെ, ജീവപര്യന്തമാണല്ലേ, ജീവപര്യന്തമാണല്ലേ, ജീവപര്യന്തം. അപ്പം സൈബർ ടെററിസ്റ്റിന് പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തമാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത്, നമ്മൾ അത് പഠിച്ചതാണല്ലേ IT ആക്ടില്. സൈബർ പോണോഗ്രഫി ആണല്ലേ, സൈബർ പോണോഗ്രഫിയാണ് ആൻസർ, സൈബർ പോണോഗ്രഫിയാണ് ആൻസർ. ഓക്കെ, നമ്മളിപ്പം ഒരു സെറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് എങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, കുറെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ. ഓക്കെ, അപ്പൊ ഈ തരുന്ന ക്വസ്റ്റ്യനും ഇത് കഴിഞ്ഞിട്ട് റിലേറ്റഡ് ഫാക്ട് ഞാൻ PDF തരും. അപ്പൊ അത് നിങ്ങളത് വായിച്ച് നോക്കണം. പിന്നെ നമ്മൾ മറ്റന്നാ ഒരു 80 ക്വസ്റ്റ്യൻ ചെയ്യും. അതും കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും കവർ ആവും. ഓക്കെ അല്ലേ? CPI സ്പെഷ്യൽ ടോപ്പിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കോമ്പറ്റീഷനും കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് പരമാവധി തെറ്റൊന്നും വരുത്താതെ ചെയ്യണം. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. അതിപ്പോ പറയാൻ പറ്റുള്ളൂ, അത് പരീക്ഷ അനുസരിച്ചായിരിക്കും. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പരീക്ഷ വളരെ ബുദ്ധിമുട്ടിക്കൂല. പരീക്ഷ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ പോലും മിസ്റ്റേക്ക് വരുത്താത്ത രീതിയിൽ ചെയ്യണം. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവ്. പിള്ളേരെ ഏതാണ് പിള്ളേരെ? ഏതാണ് ആൻസർ? വിശിഷ്ട താപദാരിതയാണ് അല്ലെ, വിശിഷ്ട താപദാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. അതായത് ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവിനെയാണ് വിശിഷ്ട താപദാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരും. ഇപ്പൊ ഇവിടെ യൂണിറ്റ് മാസ് എന്ന് പറയുന്നുണ്ട്. യൂണിറ്റ് മാസ് എന്ന് പറയാതെ ഇങ്ങനെ പറയുകയാണ്, ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപം. അങ്ങനെ ചോദിക്കുകയാണെങ്കിലോ, ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് താപദാരിതയാണ്, ഹീറ്റ് കപ്പാസിറ്റിയാണ്. മനസ്സിലായ? യൂണിറ്റ് മാസ് എന്നുണ്ടെങ്കിൽ മാത്രം, യൂണിറ്റ് മാസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ്, അതായത് നിശ്ചിത അളവുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വിശിഷ്ട താപദാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ എന്ന് മാത്രം ചോദിക്കും, ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്ടുള്ള താപദാരിതയാണ്. ഓക്കെ, ഈ വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ് ആർക്കെങ്കിലും അറിയാവോ? പറഞ്ഞേ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യം വരാൻ പോകുന്ന സാധനമാണ് വിശിഷ്ട താപദാരിത. പറഞ്ഞേടാ, ഏതാണ് വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ്? വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ് ഏതാ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ് ഏതാ പിള്ളേരെ? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് കേട്ടോ. പിള്ളേരെ തെറ്റിക്കരുത്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ കേട്ടോ. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഈ വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ് അല്ലെ, ജലമാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ജലമാണ്. വിശിഷ്ട താപദാരിത ഏറ്റവും കുറഞ്ഞ പദാർത്ഥം ഏതാ കുട്ടികളെ? ഏറ്റവും കുറഞ്ഞ പദാർത്ഥം ഏതാണ്? വിശിഷ്ട താപദാരിത ഏറ്റവും കുറഞ്ഞ പദാർത്ഥം ഏതാണ്? ആർക്ക് പറയാം? നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഭൂമിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന സ്വർണമാണ് കേട്ടോ. സ്വർണമാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കുറഞ്ഞത്. വിശിഷ്ട താപദാരിത ഏറ്റവും കുറഞ്ഞത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ സ്വർണം. ഏറ്റവും കൂടിയത് ജലമാണ്. ജലത്തിന്റെ വിശിഷ്ട താപദാരിത എത്രയാ? ആർക്കെങ്കിലും അറിയാവോ? ജലത്തിന്റെ വിശിഷ്ട താപദാരിത എത്രയാണ് പിള്ളേർ? 4200 അല്ലെ, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് കേട്ടോ. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ജലത്തിന്റെ വിശിഷ്ട താപദാരിത. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ജലത്തിന്റെ വിശിഷ്ട താപദാരിത. ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയായി. 2100 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വെളിച്ചെണ്ണ. മനസ്സിലായി? 2700 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വെളിച്ചെണ്ണ. അപ്പൊ വെള്ളമാണോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണോ പെട്ടെന്ന് ചൂടാവുന്നേ?
ഏതാ പെട്ടെന്ന് ചൂടാവുന്ന പിള്ളേരെ? അടുക്കള കയറിയിട്ടുള്ളവർക്ക് അറിയാം. ആ എടാ, ഓയിലല്ലേ പെട്ടെന്ന് ചൂടാകുന്നേ. ഓയിലാണ് പെട്ടെന്ന് ചൂടാവുന്നത് കേട്ടോ, ഓയിലാണ് പെട്ടെന്ന് ചൂടാവുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായവ ഏതെന്നാണ്. ജ്വലനത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായവ ഏതെന്നാണ് ചോദ്യം. ഇവിടെ സ്റ്റാർവേഷൻ ഉണ്ടോ? സ്റ്റാർവേഷൻ ഉണ്ട്. സ്മോദറിംഗ് ഉണ്ട്. കൂളിംഗ് ഉണ്ടോ? കൂളിംഗും ഉണ്ട്. അതായത് ഓപ്ഷൻ സി ആണ്. മുകളിൽ പറയുന്നവയല്ല. ഈ സ്റ്റാർവേഷൻ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? എടാ, ഈ ഇന്ധനം, അതായത് ഏതാണോ കത്തുന്ന വസ്തു കത്തുന്ന വസ്തുവിനെ നീക്കം ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കത്തുന്ന വസ്തുവിനെ നീക്കം ചെയ്യുന്നത്, ഏത് വസ്തുവാണോ കത്തുന്നത്, അതായത് ഫ്യുവൽ അല്ലെങ്കിൽ ഇന്ധനം ഏതാണോ അതിനെ നീക്കം ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ? സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ. ഓക്കെ അല്ലേ? ഈ സ്മോദറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോദറിംഗ് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ഈ അന്തരീക്ഷ വായുവുമായിട്ട് സമ്പർക്കം വന്നാലല്ലേ തീ കത്തത്തുള്ളൂ. അതായത് ഓക്സിജനുമായി കോണ്ടാക്ട് വന്നാലല്ലേ തീ കത്തത്തുള്ളൂ. അപ്പം തീപിടുത്തം നടക്കുന്ന സ്ഥലത്ത് ഓക്സിജനുമായിട്ടുള്ള, അല്ലെങ്കിൽ ആ തീയും ഓക്സിജനുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തീ അണയ്ക്കാൻ പറ്റൂലേ? അപ്പൊ അന്തരീക്ഷ വായുവുമായിട്ടുള്ള ആ കോണ്ടാക്ട് ഒഴിവാക്കി തീ അണയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്മോദറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഇതിന് നമ്മൾ ബ്ലാങ്കറ്റിംഗ് എന്നും പറയും. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പൊ സ്മോദറിംഗ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്തരീക്ഷ വായുമായി, അതായത് ഓക്സിജനുമായിട്ടുള്ള തീയുടെ കോണ്ടാക്ട് ഒഴിവാക്കി തീ അണയ്ക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അഗ്നിശമനം നടത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് സ്മോദറിംഗ് എന്ന് പറയുന്നത്. സ്മോദറിംഗ്. ഓക്കെ. കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ. കൂളിംഗ് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നമ്മള് വസ്തുക്കൾ, അല്ലെ, ഈ കൂളിംഗ് എഫക്റ്റ് ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തീ അണയ്ക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പിള്ളേരെ? കൂളിംഗ് എന്ന് പറയുന്നത്. കൂളിംഗിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ജലമാണ് കേട്ടോ. ജലമാണ്. കണ്ടിട്ടില്ലേ? അതായത് തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഫയർഫോഴ്സ് വന്നിട്ട് ആദ്യം വെള്ളമല്ലേ അടിക്കുന്നത്? വെള്ളമാണ് അടിക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങള്, ഈ 3 കാര്യങ്ങൾ, അതായത് സ്റ്റാർവേഷൻ ആയിക്കോട്ടെ, സ്മോദറിംഗ് ആയിക്കോട്ടെ, കൂളിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഈ പറയുന്ന എല്ലാം അഗ്നിശമന മാർഗങ്ങൾ തന്നെയാണ്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് ഏതാണോ കത്തുന്ന വസ്തു അല്ലെങ്കിൽ ഏതാണോ ഫ്യുവല് അതിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സ്മോദറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓക്സിജനുമായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷ വായുവുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. കൂളിംഗ് എന്ന് പറഞ്ഞാൽ ആ കത്തുന്ന തീയെ നമ്മൾ പല പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂളാക്കുക അല്ലെങ്കിൽ തണുപ്പിക്കാൻ ശ്രമിക്കുന്നതിന് കൂളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും കൂളിംഗിന് ഉപയോഗിക്കുന്നത് ജലമാണ്, അല്ലെ? ജലമാണ്, വാട്ടറാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോടാ? ഓക്കെ, അടുത്ത ചോദ്യം. പിള്ളേരെ, ചുവടെ ചേർക്കുന്നതിൽ മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണം ഏതാണ്? ഏതാ പിള്ളേരെ? മാധ്യമം ഇല്ലാതെ വികിരണമാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ ആണല്ലേ? തന്മാത്രകളുടെ കമ്പനം ഏതാ? തന്മാത്രകളുടെ കമ്പനം മൂലം സംഭവിക്കുന്ന താപപ്രേഷണം ഏതാണ്? തന്മാത്രകളുടെ കമ്പനം മൂലമാണെങ്കിൽ അത് ചാലനമാണ്. ഓക്കെ, ചാലകം എന്നാണ് കൊടുക്കുന്നത്. ചാലനം എന്നാണ്. ഓക്കെ, ഇനി തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണെങ്കിലോ? എക്സാമ്പിൾ വേറെ ക്വസ്റ്റ്യൻ വേണം, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണെങ്കിൽ അത് സംവഹനമാണ്. മനസ്സിലായില്ല? ഓക്കെ, അപ്പം ചാലനം എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ കമ്പനം വഴിയും, സംവഹനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്രയുടെ സ്ഥാനമാറ്റം വഴിയും. വികിരണത്തിന് എന്താവശ്യമില്ല? വികിരണത്തിന് മീഡിയം ആവശ്യമില്ല, അല്ലെ? മീഡിയം ആവശ്യമില്ല. ഓക്കെ അല്ലടാ? ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ.
അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസുള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസുള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഏതാണ് പിള്ളേരെ? ലീന താപം എന്ന് വിളിക്കുന്നു. ലീന താപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നു. ലേറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേടാ? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. തിളനില, ദ്രവണാങ്കം, താപദാർഢ്യമൊക്കെ അറിയാമല്ലോ. ഓക്കെ, ആ PDF ഒന്ന് വായിച്ചോണം കേട്ടോ. അത് PDF ഒന്ന് വായിച്ചോണം കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നതിൽ ഏതൊക്കെയാണ്? ജ്വലന ത്രികോണം പറഞ്ഞേടാ. ഏതൊക്കെ? താപം ജ്വലന ത്രികോണത്തിലുണ്ടോ? താപമുണ്ടോ? താപമുണ്ട്. ജ്വലന ത്രികോണത്തിൽ താപമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. ഓക്സിജൻ ഉണ്ടോ? ഓക്സിജൻ ഉണ്ട്. ഇന്ധനം ഉണ്ട്. ഇന്ധനമുണ്ട്. ഓക്കെ, ഇന്ധനമുണ്ട്. ഓക്കെ, ജ്വലന ത്രികോണം വരയ്ക്കുക അറിയോ? ജ്വലന ത്രികോണം എങ്ങനെയാണ് വരയ്ക്കുന്നത്? ജ്വലന ത്രികോണം വരയ്ക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഒരു ത്രികോണം ഇങ്ങനെ വരയ്ക്കുക. ത്രികോണം വരയ്ക്കുക എല്ലാവർക്കും അറിയാം. നീ അതിനകത്തൊന്ന് എഴുതി കാണിച്ചാണ് ഈ ത്രികോണത്തിനകത്ത് എല്ലാം ഒന്ന്. എഴുത്. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഇലുമിനാറ്റി ആയല്ലേ? അല്ല. ഇനി വളരെ ഓക്സിജൻ, അതുപോലെ തന്നെ ഇവിടെ ഫ്യൂവല്, അതുപോലെ തന്നെ ഇവിടെ താപം. ഇതിനകത്ത് രാസപ്രവർത്തനം. മനസ്സിലായില്ലേ? താപം, ഓക്സിജൻ, ഫ്യൂവല്, രാസപ്രവർത്തനം. ഇതാണ് നമ്മുടെ ജ്വലന ത്രികോണം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ജ്വലന ത്രികോണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നിട്ട് ചോദിക്കും, വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യാൻ ചോദിക്കും കേട്ടോ. താപം ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കിയിട്ട് ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? താപം, ഫ്യൂവല്, ഓക്സിജൻ, രാസപ്രവർത്തനം. ഓക്കെ, തീ ഉണ്ടാകാൻ ആവശ്യമായ വസ്തു ഏതാണ്? വളരെ തീ ഉണ്ടാകാൻ ആവശ്യമായ വസ്തു ഏതാണ്? തീ ഉണ്ടാകാൻ ആവശ്യമായ വസ്തു ഇന്ധനം. ഇവിടെ ഓക്സിജൻ ഇല്ലേ? ഇവിടെ ഓക്സിജൻ ഉണ്ടായിട്ട് ഇവിടെ തീ കത്തിയ. അപ്പം തീ ഉണ്ടാകാൻ ഇന്ധനം വേണ്ടേ? തീ ഉണ്ടാകാൻ ആവശ്യമായ വസ്തു ഏതായിട്ട്? ഇന്ധനം. തീ വ്യാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകം ഏതാണ്? ഇപ്പൊ തെറ്റിക്കേ. കുഴപ്പമില്ല. തീ വ്യാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഏത് പിള്ളേരെ? താപം. ഏതാണ്? താപം. തീ വ്യാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകം താപമാണ്. ജ്വലന പ്രക്രിയ നിലനിർത്തണമെങ്കിൽ ഏത് വേണം? പിള്ളേരെ? അത് ഓക്സിജൻ. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പോഴ് ഈ പറയുന്ന ജ്വലന ത്രികോണത്തിൽ താപം, ഇന്ധനം, ഓക്സിജൻ കേട്ടോ. ക്ലിയർ ആണ്? അതില് ഇന്ധനം ഉണ്ടെങ്കിലേ തീ ഉണ്ടാകത്തുള്ളൂ. കറക്റ്റ് അല്ലേ? ഇന്ധനം ഉണ്ടെങ്കിലേ തീ ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആണ്? താപമുണ്ടെങ്കിലേ തീ വ്യാപിക്കത്തുള്ളൂ. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ജ്വലന പ്രക്രിയ നിലനിൽക്കുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് മൂന്നും ചേരുന്നതാണ് ജ്വലന ത്രികോണം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഓക്കെ. ബുദ്ധിമുട്ട് തോന്നുന്ന? ഇല്ലല്ലോ, ഈസി ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേടാ. ചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന പോയിന്റൊക്കെ പഠിച്ചു വെച്ചോണേ. വളരെ അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ BC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നതിൽ ഏതെല്ലാം എന്നാണ്? സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സിയറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ഉപയോഗിക്കുന്നുണ്ട്. മുകളിൽ പറയുന്നവയെല്ലാം എന്നതാണ് ആൻസർ. സോഡിയം ബൈകാർബണേറ്റും മഗ്നീഷ്യം സ്റ്റിറേറ്റും അതുപോലെ തന്നെ മഗ്നീഷ്യം കാർബണേറ്റും ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ,
അടുത്ത ചോദ്യം ചെയ്ത് ഡ്രൈ ഐസ് എന്നാൽ എന്താണ്? ഡ്രൈ ഐസ് എന്നാൽ എന്താണ്? ഡ്രൈ ഐസ് എന്നാൽ കര കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ, കര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ് അല്ലേ. കര കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് അല്ലേ. കര കാർബൺ ഡൈ ഓക്സൈഡിനാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് അല്ലാതെ തന്നെ PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. എല്ലാവർക്കും സി ആണോ? എടാ, ഈ ഫ്ലാഷ് പോയിന്റ് എന്താണെന്നറിയാമോ? ഫ്ലാഷ് പോയിന്റ് ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനില. ഒരു ദ്രാവകം എന്ത് ചെയ്യുന്നറിയാമോ? അത് ബാഷ്പീകരിക്കപ്പെട്ടിട്ട് ഒരു ജ്വലന മിശ്രിതം രൂപം കൊള്ളുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെയാണ്, ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരാണ് ജ്വലനോഷ്മാവ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫയർ പോയിന്റ് എന്ന് പറയും കേട്ടോ. ഫയർ പോയിന്റ് എന്ന് പറയും, മനസ്സിലായോ? ജ്വലനോഷ്മാവ് അല്ലെങ്കിൽ അതിനെ ഫയർ പോയിന്റ് എന്ന് പറയും. മനസ്സിലായോ നിങ്ങൾക്ക്? ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരാണ് ജ്വലനോഷ്മാവ്. മനസ്സിലായല്ലോ? ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ടിട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ? ഓക്കെ, നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്ക് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഡൗട്ടുള്ള പോർഷൻസ് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടിരുന്നത്. അപ്പോൾ അടുത്ത വർക്കൗട്ടിൽ ഞാൻ അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയടാ. LPGയുടെ ഹസാഡസ് കെമിക്കൽ കോഡ് താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദ്യം. LPGയുടെ ഏതാണ്? ഇത് പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. LPGയുടേത് ഏതാ പിള്ളേർ? LPGയുടേത് പിള്ളേരെ 2WE ആണ് കേട്ടോ. 2WE ആണ് വരുന്നത് കേട്ടോ. LPGയുടെ ഹസാഡസ് കെമിക്കൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2WE ആണ് കേട്ടോ. 3Y എന്താ? 3Y എന്താ പിള്ളേരെ? 3Y എന്താ? 3Y എന്തിനാണെന്നറിയാമോ? 3Y എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയുടെ കോഡാണ് കേട്ടോ. മണ്ണെണ്ണയുടെ കോഡാണ് 3Y കേട്ടോ. 3Y മണ്ണെണ്ണയുടെ കോഡാണ്. ഓക്കെ, 3OE എന്താണ്? 3OE നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 3OE 3OE എന്ന് പറഞ്ഞാൽ പെട്രോൾ ആണ് കേട്ടോ. 3OE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ആണ്. 3OE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ആണ്. 3OE എന്ന് പറഞ്ഞാൽ പെട്രോൾ ആണ് കേട്ടോ. അപ്പൊ ഈ മൂന്നെണ്ണം ഓർത്തിരിക്കുക. LPGയുടെ ഹസാഡസ് കെമിക്കൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2WE ആണ്. മണ്ണെണ്ണ 3OE ആണ്. പെട്രോൾ എത്ര? 3OE ആണ് കേട്ടോ. 3OE ആണ് പെട്രോൾ. ഇത് എഴുതി പഠിച്ചോണം കേട്ടോ. അടുത്ത ചോദ്യം, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞേ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പരിപാടി? ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. അതായത് എല്ലാം വരും അല്ലേ? ഓപ്ഷൻ D ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം ഓക്കെ അല്ലേ? ആരാണ് ഈ ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് ആരാ? പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയണ്ട? ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ് ആരാണ് പിള്ളേരെ? ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ് ഫെഡറിക് ഇസ്മാർക്ക് ആണ് കേട്ടോ. ഫെഡറിക് ഇസ്മാർക്ക് ആണ് ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് കേട്ടോ. ആധുനിക മോഡേൺ ഫസ്റ്റ് എയ്ഡിന്റെ പിതാവെന്നോ അല്ലെങ്കിൽ ഉപജ്ഞാതാവെന്നോ ചോദിച്ചാൽ ഫെഡറിക് ഇസ്മാർക്ക് ആണ് കേട്ടോ. അടുത്ത ചോദ്യം ചെയ്ത്, രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ. ഏതൊക്കെ വരും പിള്ളേരെ? വിശ്രമം വരുമോ രക്തസ്രാവം കുറയ്ക്കാനായിട്ട്? വിശ്രമമുണ്ട്. ഉയർത്തുകയും വരും അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഓപ്ഷൻ C ആണ്. രണ്ടും ശരിയാണ്. നമ്മളിപ്പോൾ കയ്യിലൊക്കെ നമുക്കൊരു മുറിവുണ്ടായി ബ്ലഡ് പൊയ്ക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യൂടാ? നമ്മളത് ഉയർത്തിപ്പിടിക്കും അല്ലേ? കൈയായാലും കാലായാലും നമ്മളത് ഉയർത്തിപ്പിടിക്കാൻ പറയും ബ്ലഡ്. കാരണം എന്താണ്? ഈ പറയുന്ന ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് പിടിച്ചാൽ മാത്രമേ നമുക്കത് രക്തസ്രാവം പെട്ടെന്ന് കുറയ്ക്കാൻ എന്ത് ചെയ്യത്തുള്ളൂ? പറ്റത്തുള്ളൂ.
അല്ലാതെ ആളെ എടുത്ത് ഉയർത്തുകയല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? ഇനിയിപ്പോൾ പയ്യന്മാരൊക്കെ വിചാരിക്കും വഴിയെ പോകുമ്പോൾ ഏതെങ്കിലും പെമ്പിള്ളേരെങ്ങനെ ഇത്തിരി വണ്ടി നിങ്ങൾ വീണ് കയ്യാകാലം ഉറഞ്ഞിടക്കണമെങ്കിൽ പോയി എടുത്തൊക്കെ പൊക്കിയിട്ട് ഫസ്റ്റ് എയ്ഡ് ആണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരിക്കും അല്ലേ? നല്ല പരിപാടിയായിരുന്നത്, കൊള്ളായിരുന്നു. ഓക്കെ, ഇന്നീ ക്വസ്റ്റ്യനും കാണിച്ചു നോക്കണം. രക്തസ്രാവം കുറയ്ക്കാനുള്ള നടപടികൾ, വിശ്രമം ഉയർത്തുക. ഓക്കെ, ഉപയോഗപ്പെടട്ടെ, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉപയോഗം വേണ്ടേ നിങ്ങൾക്ക്? ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ചോദ്യം ചെയ്തേ. ശ്വാസതടസ്സത്തിന്റെ കാരണമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എടാ, നമ്മൾ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവത്തില്ലേ? വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് പോയാൽ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഓക്കെ, ശ്വാസനാളത്തിൽ തടസ്സം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മൾ ചോക്കിങ് പറഞ്ഞില്ലേ, ചോക്കിങ് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും? നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകും. അതുപോലെ വൈദ്യുതാഘാതമേറ്റാൽ, കറണ്ട് അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യും പിള്ളേരെ? വൈദ്യുതാഘാതമേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും പിള്ളേരെ? ഈ പറയുന്ന ശ്വാസതടസ്സം ഉണ്ടാകും. രക്തം ഛർദ്ദിക്കുക, അത് ശ്വാസതടസ്സം ഉണ്ടാകുന്ന കാരണമാണോ? അല്ല. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട്, ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. ഷോക്കിന്റെ രോഗലക്ഷണമല്ലാത്തത് ഏതാണ്? ഷോക്കിന്റെ രോഗലക്ഷണമല്ലാത്തത് ഏതാണ്? നിങ്ങൾക്കിത് ഏത് ഷോക്കെന്ന് മനസ്സിലായ? ഇലക്ട്രിക് ഷോക്കാണോ ഇത്? ഇലക്ട്രിക് ഷോക്കാണോ ഇത്? അല്ല. ഇത് ഏത് ഷോക്കാണ് പിള്ളേരെ? ഇത് ഏത് ഷോക്കാണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ, അതായത് നമ്മുടെ ഈ ഉള്ളിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ലോ, ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്ന ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ അതിന്റെ തകരാറിനെ പറയുന്ന പേരാണ് ഷോക്ക് എന്ന് പറയുന്നത്. ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് അമിതമായ നാഡീസ്പന്ദനം ഉണ്ടാകും, ശ്വാസം മുട്ടലുണ്ടാകും, മുഖത്ത് വിളർച്ച ഉണ്ടാകും, പക്ഷേ അപസ്മാരം നമുക്ക് ഉണ്ടാവത്തില്ല. പക്ഷെ ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിലോ? ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിൽ അപസ്മാരം ഉണ്ടാവോ? ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിൽ അപസ്മാരം ഉണ്ടാകുമോ? ഉണ്ടാകും. ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിൽ, വൈദ്യുതാഘാതമാണെങ്കിൽ നമുക്ക് അപസ്മാരം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇലക്ട്രിക് ഷോക്കിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ അപസ്മാരം, അല്ലെങ്കിൽ നമ്മൾ ആ സീഷർ എന്ന് പറയുന്ന സംഭവം നമുക്ക് വരുന്നത്. ഈ ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്റെ തകരാറ്, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഷോക്ക് എന്ന് പറയുന്നത്. കേട്ടോ, ക്ലിയർ ആണല്ലോ? അണലി വിഷം ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു? പറഞ്ഞ അണലി വിഷം എങ്ങനെയാ ബാധിക്കുന്നേ? അണലി വിഷം എവിടെയാ ബാധിക്കുന്നത്? അണലി വിഷം അപ്പോൾ അണലി വിഷം ബാധിക്കുന്നത് രക്തക്കുഴലുകളെയാണ് എന്ത് ബാധിക്കുന്നത് പിള്ളേരെ? അണലി വിഷം ബാധിക്കും. നമ്മൾ പഠിക്കാറുണ്ട്, രക്തക്കുഴലുകളെ ബാധിക്കുന്നതാണ് അണലി പാമ്പിന്റെ വിഷം എന്ന് പറയുന്നുണ്ടല്ലേ? ഓക്കെ, അതുപോലെ ഈ മൂർഖനാണെങ്കിലോ, മൂർഖന്റെ വിഷമാണെങ്കിലോ മൂർഖന്റെ വിഷം എന്ന് പറഞ്ഞാൽ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നു. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അണലി വിഷം ഹീമോടോക്സിക് എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, അണലി വിഷം ഹീമോടോക്സിക് എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷങ്ങളെയാണ്, അതായത് ബ്ലഡിനെ അഫക്ട് ചെയ്യുന്ന വിഷങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീമോടോക്സിക് എന്ന് പറയുന്നത്. അപ്പൊ അണലി വിഷം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾ? അണലി വിഷം ഹീമോടോക്സിക് തന്നെയാണ് കേട്ടോ. അണലി വിഷം ഹീമോടോക്സിക് തന്നെയാണ്. ഓക്കെ, മൂർഖൻ പാമ്പിന്റെ വിഷം ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞാൽ ശരിയാണ്? ശരിയാണ്. എന്താ ഈ ന്യൂറോടോക്സിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന പോയിസൺസിനെയാണ് നമ്മൾ ന്യൂറോടോക്സിക് എന്ന് പറയുന്നത്. അപ്പൊ അണലിയുടെ വിഷം ഹീമോടോക്സിക്കും മൂർഖൻ പാമ്പിന്റെ വിഷം ന്യൂറോടോക്സിക്കുമാണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യം. പെട്ടെന്നുള്ള മരണകാരണം ഏതാണ് പിള്ളേരെ? അത് ഹൃദയാഘാതമാണല്ലേ? ഹൃദയാഘാതം കാരണമാണ് നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് അല്ലേ? ഹൃദയാഘാതം. എലിപ്പനി വന്നാലും നമുക്ക് മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് മരണം സംഭവിക്കത്തില്ല. മലമ്പനി ആയാലും നമുക്ക് അപകടകരമായ രോഗമാണെങ്കിലും പെട്ടെന്നുള്ള മരണം സംഭവിക്കില്ല. മഞ്ഞപ്പിത്തമായാലും പെട്ടെന്നുള്ള മരണം സംഭവിക്കില്ല. നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് ഹൃദയാഘാതമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഹൃദയാഘാതം ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന
ജീവിതശൈലി രോഗം ഏതെന്ന് കേട്ടാൽ അത് ഹൃദയാഘാതമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ജീവിതശൈലി രോഗം ഏതെന്ന് കേട്ടാൽ അത് ഹൃദയാഘാതമാണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേടാ. പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ ഏതാണ്? പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ ഏതാണ്? ഏതാ പിള്ളേരെ? ഓടണോ? ഓടിയ ശരിയാവോ? ഓടിയ എന്ത് സംഭവിക്കും? പൊള്ളലേറ്റ് നമുക്കിപ്പം ഈ തീപ്പൊള്ളലേറ്റുള്ള മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാവാൻ കാരണം ഈ പൊള്ളലേക്കുന്ന ആള് ഓടുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഓടുന്നത്? ഓടിക്കഴിഞ്ഞാൽ തീ പടരും അല്ലേ പിള്ളേരെ? ഓടിക്കഴിഞ്ഞാൽ തീ പടരും, ഓടിക്കഴിഞ്ഞാൽ തീ പടരും, ഓടിക്കഴിഞ്ഞാൽ തീ പടരും. അതുകൊണ്ട് ഈ പൊള്ളലേറ്റാൽ നമ്മൾ ഒരിക്കലും ഓടാനോ ചാടാനോ പാടില്ല അല്ലേ? ഓടാനോ ചാടാനോ പാടില്ല, ഓടാനോ ചാടാനോ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് നിലത്ത് ഉരുളുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം നിങ്ങൾ മാറ്റിയാൽ ശരിയാവും. ഇത് കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് പുതയുക എന്നുള്ളത് കട്ടി കൂടിയ വസ്ത്രങ്ങൾ കൊണ്ട് അല്ലേ? കട്ടി കൂടിയ വസ്ത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? പുതയ്ക്കുക എന്നതാണ്. കട്ടി കൂടിയ വസ്ത്രങ്ങൾ കൊണ്ട് പുതയ്ക്കുക എന്നതാണ് കേട്ടോ. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മളൊരു സ്ഥലത്ത് ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഈ തീ പൊള്ളലേറ്റാണോ അതോ വിഷവസ്തു അല്ലെങ്കിൽ വിഷവാതകം ശ്വസിച്ചിട്ടാണോ? എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ കൂടുതൽ ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുകയും ആ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും മരിക്കുന്നത്, വിഷപ്പുക ശ്വസിച്ചിട്ടാണ്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തറയിൽ ഇഴഞ്ഞു വേണം എന്ത് ചെയ്യേണ്ടത്? രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടത്. മനസ്സിലായ? തറയിൽ ഇഴഞ്ഞു വേണം. അതായത് നമ്മൾ ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഈ സർഫസിൽ നിന്ന് കുറച്ച് ഉയർന്നാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ആൾക്കാർ നമ്മൾ ഇറങ്ങി ഓടുന്നേക്കാളും നമ്മൾ തറയിൽ അല്ലെങ്കിൽ പരമാവധി താഴ്ന്ന് നമ്മൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ നമ്മൾ ഈ പുക ശ്വസിച്ച് നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും. മനസ്സിലായ? ക്ലിയർ ആണ്? ഓക്കെ. അടുത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടാ? ചുമയ്ക്കും അല്ലേ? ശ്വാസനാള നമ്മളിപ്പോൾ ചോക്കിങ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചോക്കിങ്ങിൻ്റെ ഫസ്റ്റ് എയ്ഡുകളാണ്. ചുമയ്ക്കുക, പുറത്ത് തട്ടുക, വാരിയലുകൾക്ക് താഴെ കൈ കോർത്ത് പിടിക്കുക. അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലേ? ഓക്കെ. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ചുമയ്ക്കണം, പുറത്ത് തട്ടണം, വാരിയലുകൾക്ക് താഴെ കൈ കോർത്ത് പിടിക്കണം. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം കേട്ടാ. മനസ്സിലായല്ലോ? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതിപ്പം കേട്ടോ, ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാൻ തോന്നണ്ട. രണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അങ്ങനെ തോന്നണ്ട. ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ. അതാണ് നേരത്തെ പറഞ്ഞതൊക്കെ ഇടി കിട്ടാതെ നോക്കിക്കോണം. കറക്റ്റ് അറിയില്ല. അത് നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾ ഫയർ ഫോഴ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് തരും കേട്ടോ. ട്രെയിനിങ് തരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം ചെയ്തേ. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാമെന്നാണ്. നെഞ്ചിൻ്റെ വലതുവശത്തുള്ള വേദന, ശ്വാസം അകത്തേക്കെടുക്കുമ്പോഴുള്ള വേദന, നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന. ഇതാണ് പിള്ളേരെ ആൻസർ കേട്ടോ. ഇതാണ് ആൻസർ. നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന. നെഞ്ചിലെ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദനയാണ് ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള അല്ലെങ്കിൽ ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. മനസ്സിലായ? വേറെ എന്തൊക്കെ ഉണ്ടാവും? ഇതല്ലാതെ ഈ കയ്യിൽ നെഞ്ചിൽ നിന്നും അല്ലെങ്കിൽ തോളിലേക്കും കൈയിലേക്കും പടരുന്ന വേദന അല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാവും പിള്ളേരെ? ശ്വാസം മുട്ടലുണ്ടാവോ? ശ്വാസം മുട്ടലുണ്ടാവും കേട്ടോ. ശ്വാസം മുട്ടലുണ്ടാകും, അമിതമായി വിയർക്കുകയും ചെയ്യും. മനസ്സിലായോ? ശ്വാസം മുട്ടുണ്ടാവും, അമിതമായി വിയർക്കുകയും ചെയ്യും. അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് മനസ്സിലായിക്കോണം കേട്ടോ. നെഞ്ചിൽ നിന്ന് കൈയിലേക്ക് പോകുന്ന നമ്മുടെ തോൾ വഴി കൈയിലേക്ക് പോകുന്ന വേദന ഉണ്ടാകും. അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടും, നമുക്ക് അമിതമായി വിയർക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? ഹൃദയമിടിപ്പ് വേഗത്തിലാവും. ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റിന്റെ സ്പീഡ് കൂടും.
പിന്നെ നമ്മുടെ തൊലിപ്പുറം വിളറി വരും കേട്ടോ. നമ്മുടെ തൊലി, അത് നമ്മുടെ സ്കിന്ന് വിളറി വരും കേട്ടോ. സ്കിൻ എന്ത് ചെയ്യും പിള്ളേരെ? വിളറി വരും. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യതയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിന്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി. എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിരുന്നില്ല. ആ വ്യക്തി താഴെ പറയുന്നതിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണെന്നാണ് ചോദ്യം. അല്ല, വേറെ ആർക്കും അയച്ചൊന്നുമില്ല, പക്ഷേ അത് കുറ്റമാണോടെ? കുട്ടികളുടെ ആണെങ്കിൽ, ചൈൽഡ് പോണോഗ്രഫി ആണെങ്കിൽ, കുട്ടികളുടെ ആണെങ്കിൽ അത് കുറ്റമാണ്. നമ്മൾ വേറെ ആർക്കെങ്കിലും അയക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി, സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി, നമ്മുടെ ഫോണിലോ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിലോ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ ഉണ്ടെങ്കിൽ അത് ചൈൽഡ് പോണോഗ്രഫിയുടെ പരിധിയിൽ വരികയും 67B ആണല്ലേ ചൈൽഡ് പോണോഗ്രഫി? 67B ആണല്ലേ? 67B ബേബി കുട്ടികൾ അല്ലേ? 67A എന്ന് വെച്ചാൽ പോണോഗ്രഫി, അഡൾട്ടിന്റെ പോണോഗ്രഫി. 67B എന്ന് പറഞ്ഞാൽ ചൈൽഡ് പോണോഗ്രഫി. നമ്മളത് IT ആയിട്ട് നമ്മൾ റിവിഷൻ ചെയ്തതാ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. കമ്പ്യൂട്ടറിന്റെ ഉടമയുടെ അനുമതി ഇല്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധത ഇല്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ഏത് കുറ്റം ചുമത്താവുന്നതാണ്? ഏത് കുറ്റം പിള്ളേരെ? നമ്മള് വകുപ്പ് 66 കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ അല്ലെ? കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെ? കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. ഓക്കെ, അതാണ് ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ 2 സെറ്റ് കംപ്ലീറ്റ് ആയി. ബ്രേക്ക് ചെയ്യണോ? നമുക്ക് ഒന്നുകൂടെ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ചെയ്തിട്ട് പോയാൽ പോലെ ഇപ്പം കഴിയും. നമുക്ക് 4:30 ആകുമ്പോൾ കഴിയൂടാ. മറക്കണ്ട, ഞാൻ PDF തരും, നിങ്ങൾ അത് വായിച്ച് നോക്കണം. റിലേറ്റഡ് ഫാക്ട് കേട്ടാ, വായിച്ച് നോക്കണം. നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. നമ്മൾ മറ്റന്നാൾ നമ്മൾ ഒരു 80 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ പേപ്പറുടെ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, കോലക്കെടുത്തിൽ പെട്ടെന്ന് വാ, ചെയ്തോടാ. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉത്പാദനത്തിന് കാരണമാകുന്ന വസ്തു ഏതാണ് ചോദ്യം? ഉത്പാദനം. നമ്മൾ നേരത്തെ പറഞ്ഞു സബ്ലിമേഷൻ അല്ലേ? സബ്ലിമേഷൻ ഏതാ കുട്ടികളെ? സബ്ലിമേഷൻ കർപ്പൂരമാണ് അല്ലേ? കർപ്പൂരം. അപ്പം 2 മാത്രം അല്ലേ? 2 മാത്രമാണ്. ഓപ്ഷൻ B ആണ്, 2 മാത്രം. ഓക്കെ, അടുത്ത് LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര എന്നാണ് ചോദ്യം. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് പഠിച്ചോണ്ട് 2% ആണ്. 2% ആൻസർ. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ 2% ആണ്. നമുക്കറിയാം LPGയിൽ പ്രധാനമായിട്ടും പ്രൊപ്പൈനും ബ്യൂട്ടൈനും അല്ലേ ഉള്ളത്? എത്ര ശതമാനമാണ് പ്രൊപ്പൈൻ? LPGയിൽ എത്ര ശതമാനമാണ് പ്രൊപ്പൈൻ? ആർക്ക് പറയാം? LPGയിൽ എത്ര ശതമാനമാണ് പ്രൊപ്പൈൻ? പിള്ളേരെ പറ. LPGയിൽ എത്ര ശതമാനമാണ് പ്രൊപ്പൈൻ? LPGയിൽ 60% പ്രൊപ്പൈനും 40% ബ്യൂട്ടൈനുമാണ് കേട്ടോ. 60% പ്രൊപ്പൈനും 40% ബ്യൂട്ടൈനുമാണ്. 60% പ്രൊപ്പൈനും 40% ബ്യൂട്ടൈനുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു. LPGക്ക് ലീക്ക് തിരിച്ചറിയുന്നതിനായിട്ട് ഗന്ധം നൽകുന്നതിന് LPG ചേർക്കുന്ന രാസവസ്തു. ഇത് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്നതാണ്. വളരെ ഈതയിൽ മെർക്യാപ്റ്റനാണ് അല്ലെ? ഈതയിൽ മെർക്യാപ്റ്റനാണ് ആൻസർ. ഈതയിൽ മെർക്യാപ്റ്റനാണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തടാ. ബ്ലീവ് എന്നതിന്റെ പൂർണ്ണരൂപമാണ് ചോദ്യം. ബ്ലീവ് എന്നതിന്റെ പൂർണ്ണരൂപം ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ബ്ലീവ് എന്നതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. എന്ന് വെച്ചാൽ എന്താണെന്നറിയോടാ? എന്താ മനസ്സിലായ? അതായത് ഒരു ദ്രാവകം തിളച്ചു മറിയുകയും കത്തുന്ന നീരാവി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന സ്ഫോടനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലീവ് എന്ന് പറയുന്നത്. ഒരു ദ്രാവകം തിളച്ചു മറിഞ്ഞിട്ട് കത്തുന്ന നീരാവി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഫോടനത്തെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ ബ്ലീവ് എന്ന് പറയുന്നത്. എന്താണ് ബ്ലീവ് എന്ന് പറയുന്നത്? ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ.
ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളത് അല്ലാതെയും പഠിച്ചിട്ടുള്ളതാണ്. പാസ്കൽ ലോ ആണ് അല്ലേ? പാസ്കൽ ലോ ആണല്ലേ? പാസ്കൽ ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് മറ്റേ ഹൈഡ്രോളിക് നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടല്ലേ? ജാക്ക്, ഹൈഡ്രോളിക് പമ്പ്, ഇതിൻ്റെയൊക്കെ പ്രവർത്തന തത്വങ്ങൾ ഏതാണ് പിള്ളേരെ ഈ പറയുന്നത്? അതിന് JCB, എക്സ്കവേറ്റർ, അതിന് എക്സ്കവേറ്റർ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ചോദ്യം ചെയ്തേ. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖ ഏതാ പിള്ളേരെ? ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് ട്രെയിം കാർഡ്. ലെഫ്റ്റ് ആയിട്ട് വാ, പെട്ടെന്ന് വാ. ട്രെയിം കാർഡ്. ട്രെയിം കാർഡിന്റെ പൂർണ്ണരൂപം എന്താ പിള്ളേരെ? ട്രെയിം കാർഡിന്റെ പൂർണ്ണരൂപം എന്താണ്? ട്രെയിം കാർഡിന്റെ പൂർണ്ണരൂപം എന്താണ് പിള്ളേരെ? TR എന്ന് പറഞ്ഞാൽ എന്താണ്? TR എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് അല്ലേ? ട്രാൻസ്പോർട്ട്. TR എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ആണ്. TR എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ആണ്. EM എന്ന് പറഞ്ഞാൽ എന്താണ്? EM എന്ന് പറഞ്ഞാൽ എന്താണ്? EM വെച്ചൊരു വാക്ക് പറഞ്ഞേടാ. എക്യുപ്മെന്റ്. പടാ, EM-ൽ തുടങ്ങുന്നൊരു വാക്ക് പറയാൻ പറഞ്ഞപ്പം എമിഷൻ. ഇനി കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അത് വരുമ്പോൾ നിർത്താം. അല്ല, തുടങ്ങാം. എടാ, EM വെച്ചൊരു വാക്ക് പറയടാ. അല്ലെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിന്റെ അയ്യരളിയാണ് കുറെ എണ്ണം. ഇപ്പൊ ആർക്കും ഇല്ല. എമർജൻസി ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്. എന്താ പിള്ളേരെ? ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ് എന്നാണ്. ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ് എന്നാണ്. അപ്പം ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് ട്രെയിം കാർഡ്. അതിന്റെ പൂർണ്ണരൂപം ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ് എന്നാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപമാണ് ചോദിച്ചത്, വിശുദ്ധതാപധാരിതയല്ല. ചോദ്യം ശ്രദ്ധിക്ക്. ബാഷ്പീകരണ ലീനതാപമാണ് ചോദിച്ചിരിക്കുന്നത്. ബാഷ്പീകരണ ലീനതാപം. വളരെ ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം ഓപ്ഷൻ സി ആണ്. 540 ആണ് കേട്ടോ. ഓക്കെ, ശരി. ഈ 4200 എന്താ പറയുക? 4200 എന്താ പറഞ്ഞത് നമ്മൾ? 4200 നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ? അത് വിശിഷ്ട താപധാരിതയാണ്. വിശിഷ്ടതാപധാരിത. ഓക്കെ, ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപമാണ് ചോദിച്ചിരിക്കുന്നത്. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് വെച്ചാൽ 540 ആണ് കേട്ടോ. 540. ഓക്കെ, കെൽവിൻ കലോറി പെർ കിലോഗ്രാം ആണ് കേട്ടോ. കെൽവിൻ കലോറി പെർ കിലോഗ്രാം ആണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ബാഷ്പീകരണ ലീനതാപം എന്ന് ഉദ്ദേശിക്കുന്നത്? ലേറ്റന്റ് ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേറ്റന്റ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്ന്, ഒരു വസ്തു മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ മാറ്റം നടക്കുന്ന സമയത്ത് ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപത്തെയാണ് ലീനതാപം എന്ന് പറയുന്നത്. മനസ്സിലായ? അതായത് ഒരു വസ്തു ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഊഷ്മാവിൽ വർധനവില്ലാതെ തന്നെ സ്വീകരിക്കുന്ന താപത്തെയാണ് നമ്മൾ ബാഷ്പീകരണ ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് പഠിച്ചിരിക്കുക. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ 540 ആണ്. അതുപോലെ ജലത്തിന്റെ വിഷ്ടതാപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് 4200 ആണ്. രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്ത ഡിസ്ചാർജ് ഹോൺ ഏത് തരം ഫയർ എക്സ്റ്റിങ്ഷന്റെ ഭാഗമാണ്? ഡിസ്ചാർജ് ഹോൺ ഏത് തരം ഫയർ എക്സ്റ്റിങ്ഷന്റെ ഭാഗമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ഷന്റെ ഭാഗമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2 മാത്രം. ഡിസ്ചാർജ് ഹോണ് ഏത് തരം ഫയർ എക്സ്റ്റിങ്ഷന്റെ ഭാഗമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ഷന്റെ ഭാഗമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ.
അടുത്ത ചോദ്യം ചെയ്തേ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്രയെന്നാണ് ചോദ്യം. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്രയാ? മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് പിള്ളേരെ 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനസ്സിലായി? 38 ഡിഗ്രി സെൽഷ്യസ് ആണ് മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ്. മനസ്സിലായല്ലോ? 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൈനസ് കണ്ടില്ലേ? മുകളിൽ മൈനസ്. ഓക്കെ പിള്ളേരെ, മണ്ണെണ്ണയുടേത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് ഡീസലിൻ്റെത് പറയാൻ പറ്റുള്ളൂ. ഡീസലിന്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? ഡീസലിന്റെ അറിയെങ്കിൽ പറഞ്ഞ ഡീസലിന്റെ എത്രയാ? ഡീസലിന്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? എനിയോൺ? ഡീസലിൻ്റെത് 52 ഡിഗ്രി സെൽഷ്യസ് ആണ്. 52 ഡിഗ്രി സെൽഷ്യസ് ആണ്. 52 ഡിഗ്രി സെൽഷ്യസ് ആണ്. പെട്രോളിന്റെ എത്രയാണ്? പെട്രോളിന്റെ എത്രയാ പിള്ളേരെ? പെട്രോളിന്റെ എത്രയാണ്? പെട്രോള് -43 ഡിഗ്രി സെൽഷ്യസ്. -43 ഡിഗ്രി സെൽഷ്യസ് ആണ് പെട്രോൾ കേട്ടോ. -43 ഡിഗ്രി സെൽഷ്യസ് ആണ് പെട്രോള്. ഓക്കെ, ഇനി ഒന്നുകൂടെ പഠിച്ചു വെച്ചോ. എൽ പി ജിയുടെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? എൽ പി ജിയുടേത് -104.4 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. എൽ പി ജിയുടേത് -104.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇത് ഇത്രയും ഈ പറഞ്ഞ പ്രധാനപ്പെട്ടത് ചോദിക്കും, ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ പറഞ്ഞ ഏതൊക്കെയാണ് കുട്ടികളെ? നമ്മൾ ആദ്യം പറഞ്ഞ ഏതായിരുന്നു? ആദ്യം പറഞ്ഞത് മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് ആണ്. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡീസല് 52. പെട്രോളും എൽ പി ജി നെഗറ്റീവ് ആണ്. എൽ പി ജി ആണെങ്കിൽ -104.4 ഡിഗ്രി സെൽഷ്യസും പെട്രോൾ ആണെങ്കിൽ -43 ഡിഗ്രി സെൽഷ്യസുമാണ് എന്ത് വരുന്നത്? ഫ്ലാഷ് പോയിന്റ്. ഓക്കെ, അടുത്ത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റാമിൻ ഏതാ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തടാ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? CPR എന്താ പിള്ളേരെ? CPR കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നതാണ് കേട്ടോ. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നതാണ് CPRന്റെ പൂർണ്ണരൂപം. CPRന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാണ്. ഈ CPR കണ്ടെത്തിയത് ആരാ? CPR കണ്ടെത്തിയ ആളുടെ പേരെന്താണ്? നമ്മൾ നേരത്തെ ഇസ്മാർക്ക് പറഞ്ഞു. ഇസ്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മാർക്ക് ഫസ്റ്റ് എയ്ഡിന്റെ പിതാവാണ്. CPR കണ്ടെത്തിയത് ആരാ പിള്ളേരെ? CPR കണ്ടെത്തിയത് പീറ്റർ സഫർ ആണ് കേട്ടോ. പീറ്റർ സഫർ ആണ് CPR കണ്ടെത്തിയത്. ഓക്കെ, അടുത്ത് താഴെ പറയുന്നില്ല എമർജൻസി ഹോർമോൺ ഏതാണ്? എമർജൻസി ഹോർമോൺ ഏതാ പിള്ളേരെ? എമർജൻസി ഹോർമോൺ ഏതാണ്? എമർജൻസി ഹോർമോൺ അഡ്രിനാലിൻ. ഏതാ പിള്ളേരെ? അഡ്രിനാലിൻ. എമർജൻസി ഹോർമോൺ എന്നിട്ട് കഴിഞ്ഞാൽ അഡ്രിനാലിൻ. അടുത്ത് രക്തത്തിലെ ഓക്സിജൻ വാഹകർ ആരാണ്? രക്തത്തിലെ ഓക്സിജൻ വാഹകർ ആരാ പിള്ളേരെ? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ? ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിലെ ഓക്സിജൻ വാഹകർ. ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ആന്റിസെപ്റ്റിക് ലോഷൻ പുരട്ടുക, ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക, മുറിവ് കഴുകി വൃത്തിയാക്കി മുറിവ് ഭാഗം തുണി ഉപയോഗിച്ച് പൊതിയുക. വളരെ ആൻസർ വരുന്നത് ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക എന്നതാണ് കേട്ടോ. ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക എന്നതാണ് ആൻസർ. അടുത്ത് താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാർബൺ മോണോക്സൈഡ് ഭയങ്കര അപകടമാണ്. കാർബൺ മോണോക്സൈഡ് നമുക്ക് പെട്ടെന്ന് മരണത്തിന് കാരണമാവും കേട്ടോ. അടുത്ത് പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ് ചോദ്യം. പൊള്ളലേറ്റ ഭാഗത്തുണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കരുത്. പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രം ഉണങ്ങപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യരുത്. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. ശരിയല്ലാത്തത് ഏതാണ് ചോദ്യം. ഏതാ പിള്ളേരെ ശരിയല്ലാത്തത് പറഞ്ഞേ? പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് എന്താണ്?
ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ, പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന നിശ്ചയിക്കണം അല്ലെ? പ്രഥമ ശുശ്രൂഷ മുൻഗണന നിശ്ചയിക്കണം, സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണം, അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം, അറിയാവുന്ന ചികിത്സ ചെയ്യണം. അങ്ങനെയാണോ? അല്ല. ഏത് അവസ്ഥയിലാണോ ആ വ്യക്തി ഉള്ളത്, രോഗി ഏത് അവസ്ഥയിലാണോ ഉള്ളത്, അതുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ശരി. അടുത്ത്, അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത് എന്നാണ് ചോദ്യം. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി, അതുപോലെ തന്നെ അസ്ഥി, മാംസപേശികൾ, ത്വക്ക്, ഇതെല്ലാം വെളിയിൽ വന്ന് ആകപ്പാടെ വിഷമം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വിഷമഭംഗം അല്ലേ? വിഷമഭംഗം. ഓക്കെ, അപ്പൊ അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി, മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്ന അവസ്ഥയാണ്. അതായത് അസ്ഥി പൊട്ടി നമ്മളെ മാംസപേശികളെയും ത്വക്കിനെയും എല്ലാം ഭേദിച്ച് വെളിയിൽ വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് വിഷമഭംഗം. ഏതാ പിള്ളേരെ? വിഷമഭംഗം. ഓക്കെ അല്ലേ? ഈ സങ്കീർണ ഭംഗം എന്താണെന്ന് അറിയോ? സങ്കീർണ ഭംഗം എന്താണ് പിള്ളേർ? സങ്കീർണ ഭംഗം അതായത് നമ്മുടെ സങ്കീർണ വെച്ചാൽ കോംപ്ലിക്കേഷൻ അല്ലേ? നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ അല്ലേ, ആന്തരിക അവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗങ്ങളെയാണ് സങ്കീർണ ഭംഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ അടുത്ത് സംഭവിക്കുന്ന വിഷമഭംഗങ്ങളെയാണ് ഇന്റേണൽ ഓർഗൻസിന്റെ അടുത്ത് സംഭവിക്കുന്ന വിഷമഭംഗങ്ങളെയാണ് എന്ത് പറയുന്ന പിള്ളേരെ? സങ്കീർണ ഭംഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അസ്ഥിയിൽ പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അസ്ഥികളിൽ സ്ഥാനഭ്രംശം അല്ലെങ്കിൽ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുകയോ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ലഘുഭംഗം. എന്താ പിള്ളേരെ? ലഘുഭംഗം. അതായത് അസ്ഥികളിൽ എന്താണ് പൊട്ടലുണ്ടാവുകയോ അല്ലെങ്കിൽ ഒടിവുണ്ടാവുകയോ സ്ഥാനമാറ്റം സംഭവിക്കുകയോ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ലഘുഭംഗം. അപ്പൊ അസ്ഥിഭംഗം സംഭവിച്ചിട്ട് അത് സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയും. മനസ്സിലായ? ഓക്കെ, അപ്പോൾ അസ്ഥിഭംഗം സംഭവിച്ചിട്ട് ഈ അസ്ഥി നമ്മുടെ മസിൽസിനെയും ത്വക്കിനെയും എല്ലാം പൊട്ടി കുത്തി തുറന്ന് വെളിയിൽ വേണ്ടതാണ് വിഷമഭംഗം എന്ന് പറയുന്നത്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ സമീപം സംഭവിക്കുന്ന വിഷമഭംഗത്തെയാണ് സങ്കീർണ ഭംഗം എന്ന് പറയുന്നത്. എന്ത് പറയടാ? സങ്കീർണ ഭംഗം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ പറയുന്ന നമ്മുടെ ഈ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികൾ പൊട്ടുന്നതോ ഒടിവുണ്ടാകുന്നതോ സ്ഥാനഭ്രംശം സംഭവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ലഘുഭംഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. IT ആക്ടിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സൈബർ ടെററിസം. ഓപ്ഷൻ സി ആണ് വകുപ്പ് 66F. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഏതാ പിള്ളേരെ? ഡ്യൂപ്ലിക്കേഷൻ അല്ലെ? ഡ്യൂപ്ലിക്കേഷൻ ഏതാണ്? 66D. ഓപ്ഷൻ എ. 66D ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമ്മൾ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും വരുന്ന PDF ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. നിങ്ങളിത് പഠിക്കണം. നമ്മൾ മറ്റൊന്നായി നമ്മളിതുപോലെ റിവിഷൻ യൂസ്ഫുൾ അല്ലേ? റിവിഷൻ യൂസ്ഫുൾ അല്ലേ? യൂസ്ഫുൾ ആണ്. നിങ്ങൾ വായിച്ച് നോക്കുക, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വായിച്ച് നോക്കുക. ഓക്കെ, ഇത് നമുക്ക് മറ്റന്നാൾ 4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ, മറ്റന്നാൾ ഉച്ചയ്ക്കാകുമ്പോൾ നമുക്ക് ചെയ്തിട്ട് നമുക്ക് അതും POയ്ക്ക് തന്നെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പം